അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു മന്തി ഉണ്ടാക്കാൻ പോകുന്നത് കുഴിയിലൊന്നുമല്ല, കുക്കറിലാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കുക്കറിൽ എങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോഴും ഇനിയിപ്പോൾ വല്ല നോമ്പ് തുറക്കോ ആവട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വെറും അരമണിക്കൂർ ഇതിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിൽ എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബാസ്മതി റൈസാണ്. ഇത് സെല്ല ബാസ്മതി റൈസാണ്. ഇത് കാണാൻ നമ്മുടെ ചോറ്റരി പോലെ ഇരിക്കുമെങ്കിലും നല്ല നീളം ഉണ്ടാവും, ബാസ്മതി റൈസ് പോലെ തന്നെ. എപ്പോഴും മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ല റൈസ് ഉപയോഗിക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്കിന്ന് റിമൂവ് ചെയ്യാതെയും മന്തി ഉണ്ടാക്കാം. എനിക്കിഷ്ടം സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്നൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ സ്കിന്നൊക്കെ പോയി കഴിഞ്ഞപ്പോൾ 900 ഗ്രാമാണ് ഉള്ളത്. കുക്കറിലൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര ഒരു സൈസിലെ ചിക്കനെ എടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അറബിക് മസാല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഈ മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് കേട്ടോ. അത് സോൾട്ടഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കൂടെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മസാല നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ ചിക്കനിൽ മസാല തേച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് അങ്ങനെ തന്നെ ഇതെടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ മസാല തേച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുക്കർ എടുക്കാം. കുക്കർ എടുക്കുമ്പോൾ അലുമിനിയം കുക്കർ തന്നെ എടുക്കാൻ നോക്കുക. സ്റ്റീൽ കുക്കർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുക്കർ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹോൾ സ്പൈസസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 4-5 കഷ്ണം പട്ട, 4-5 എണ്ണം ഗ്രാമ്പു, പിന്നെ 4-5 ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1-2 വഴനയില, ബേ ലീവ്സ് ആണ്, പിന്നെ ഒരു നാരങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കാം. നല്ലോണം ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതിന് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഒരു വിസിൽ വരുന്നവർ തന്നെ പെട്ടെന്ന് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അടി കരിയാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അങ്ങനെയൊന്നുമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോറ് വെന്ത് വരുമ്പോഴേ അരികളൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കണം, അതാണ് അതിൻ്റെ പാകമായിട്ട് വരിക. അരി ഇട്ടതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി.
ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അരി വെന്ത് കിട്ടുന്നതാണ്. കാരണം നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. ഇപ്പം നമ്മളുടെ ചോറൊക്കെ നല്ലോണം ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അരിയൊക്കെ. നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചിക്കൻ ഒന്ന് പതുക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഈ ഗ്രേവി ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഈ ഗ്രേവി നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനിലെ ഗ്രേവിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് എണ്ണ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ അരിയൊക്കെ നല്ലോണം സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു പാലിൽ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ കുങ്കുമപ്പൂവൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ കളറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യമായ 2-3 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഫ്ലെയിമിലിടുക. ആ 2 മിനിറ്റ് മാത്രം അങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നേരെ സിമ്മിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. അതിനകത്ത് വിസിൽ വരുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോഴേക്കും നമുക്ക് സാലഡ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടിയാണ്. വിനാഗിരിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഈ കുക്കറൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു മന്തിയുടെ ഫ്ലേവർ തന്നെയാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എടുത്തിട്ട് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ റൈസൊക്കെ കണ്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നുപോലും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ചൂടോട് കൂടി നമുക്കിത് വിളമ്പാം. ഞാനിപ്പോൾ ഇതൊരു വലിയൊരു പാത്രത്തിലേക്കാണ് വിളമ്പുന്നത്. കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. മന്തിയൊക്കെ എപ്പോൾ കഴിക്കുകയാണെങ്കിലും അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇത് കണ്ടോ, നമ്മളുടെ മന്തിയുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി ഇത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല ആവി പറക്കുന്ന മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടി കാണിക്കാം. കുക്കറിലൊക്കെ വെക്കുന്നതുകൊണ്ട് അടിയിൽ പിടിക്കുമെന്നുള്ളൊരു പേടിയും വേണ്ട. ഇത് കണ്ടോ, ഇതിൽ ഒരൊറ്റ വറ്റും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിതിനകത്ത് സ്മോക്കൊന്നും കൊടുത്തിട്ടില്ല. ശരിക്കും മന്തിക്ക് അത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. പക്ഷെ അല്ലാതെ തന്നെ ഈ ഒരു മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആൻഡ് സിമ്പിൾ മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയുക. അപ്പോൾ മറ്റൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനിസ് വേൾഡ്. അസ്സലാമു അലൈക്കും.